നേരത്തെ ശ്രീകാന്ത് എന്ന സൈനികൻ അവിടെ നിരവധി വർഷങ്ങളായി സൈനിക സേവനം അനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. ശ്രീകാന്ത് അവിടെ ഒറ്റപ്പെട്ടു പോയിരുന്നു. ശ്രീകാന്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമുക്ക് തേടാം. ശ്രീകാന്ത് സഹോദരനുമുണ്ട്. അതിനു മുമ്പ് CK വിജയനിലേക്ക്. CK, എന്തായാലും ആശ്വാസകരമായ അറിയിപ്പാണ് നാട്ടിലേക്കൊക്കെ ലഭ്യമാകുന്നത്. മറ്റാരും അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടില്ലല്ലോ മലയാളികളുമായി ബന്ധപ്പെട്ട്? കാരണം സൈനിക സേവനം അനുഷ്ഠിക്കുന്ന മറ്റാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ CK? ഒരു മണിക്കൂർ മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ നിന്ന് കുറേ കൂടി സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം ഞാൻ അല്പസമയം മുൻപ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പ്രസാദ് എന്ന് പറഞ്ഞ കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിയുള്ള സ്ഥലത്തുള്ള ഒരു സൈനികനുമായി സംസാരിച്ചിരുന്നു. ശ്രീകാന്തിൻ്റെ സഹോദരൻ ഹരിദാസ് എന്ന നമ്പറായിരുന്നു അത്. അദ്ദേഹം പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ വിവരം അദ്ദേഹത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് ശ്രീകാന്ത് അവിടെ സുരക്ഷിതനാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെല്ലാം തന്നെ തകരാറിലാണ്. അവിടുത്തെ ഒരു ടെലിഫോൺ ടവർ തകർന്നു പോയിരിക്കുന്നു. പക്ഷേ അവരുടെ ഇൻറ്റേർണൽ സിസ്റ്റം വഴി, അവരുടെ വയർലെസ് സംവിധാനം വഴി സംസാരിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷിതനാണ്. ഈ വിവരം അവരുടെ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുൻപ് ഹരിദാസ് തന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നരോത്തം സിംഗ് എന്ന് പറയുന്ന ഇവരുടെ സേനയിലെ ഒരംഗം അവരുടെ വീട്ടിലേക്ക് വിളിച്ച്, അല്ലെങ്കിൽ ഈ ഹരിദാസിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ സുരക്ഷിതനായിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് വലിയൊരു ആശങ്ക നീങ്ങി. ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ ശ്രീകാന്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പോൾ സന്തോഷകരമായ വാർത്തയാണ്. അദ്ദേഹം അവിടെ സുരക്ഷിതനായുണ്ട്. അല്പസമയത്തിനകം നേരിട്ട് തന്നെ അയാൾക്ക് സംസാരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയും പ്രസാദ് പങ്കുവെക്കുന്നുണ്ട്.